ഇതിൽ നടത്തുന്ന ചൊവ്വിനൊരു മലയാളം എഴുതി കൂടെ ഇതിൽ എഴുതിക്കുന്നതിന്റെ 5ാമത്തെ പേജ് കേട്ടോളിട്ടുണ്ട്. വിശ്വാസികളുടെ ബുദ്ധി ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത്. എന്താ പോയി പറഞ്ഞത്? ഒരാശയം പൂർത്തിയാക്കിയിട്ട് എഴുതാൻ പറ്റുമോ? ഒരുത്തൻ നിങ്ങളെ മുഷാവറയിലില്ലേ മലയാളം എഴുതാൻ പറ്റി? ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണത്. ആ നായനാർ സർക്കാർ കാലത്ത് ആ സാക്ഷരതാ ക്ലാസ്സിലൊന്നും പോയിക്കുന്നില്ല. എനിക്ക് എന്താ പുതുക്കാതെ ഒരു മലയാളം ചൊവ്വിന് ആശയം പൂർത്തീകരിച്ച് എഴുതാൻ പറ്റൂല എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ കുഞ്ഞാമീൻ്റെ വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യലില്ല. കാരണം കിതാബുപരമായ വിഷയങ്ങൾ മൂപ്പര് പറയലേ ഇല്ല, സംസാരിക്കലില്ല. അപ്പോൾ പിന്നെ നമ്മൾ കാര്യമായിട്ട് ഇവർ നടത്തുന്ന കിതാബിലെ തിരിമറികളും തട്ടിപ്പുകളും മറ്റൊക്കെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യൽ. ഇവനാണെങ്കിൽ അത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടലില്ല. പിന്നെ ഇപ്പം മൂപ്പരെ കൊല്ലിങ്ങനത്തെ ഞരമ്പിങ്ങനെ പൊന്തിച്ച് കാണ്ട് എന്തെങ്കിലുമൊക്കെ ആർത്ത് വിളിച്ച് പറയാമെന്നല്ലാതെ വേറെ ഒന്നും പറയലില്ലല്ലോ. ആ പറഞ്ഞ തന്നെ അധിക പൊട്ടത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് മൂപ്പര് ചരിത്രമൊക്കെ പറയുമ്പോൾ എത്രത്തോളം മൂപ്പര് അതിൽ മാഹിറാണെന്നുള്ള നമുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും മൂപ്പര പറഞ്ഞ വിഷയം, ഈ വിഷയം നമ്മളെ ഉലമാ സമ്മേളനത്തിൽ വിതരണം ചെയ്യപ്പെട്ട നോട്ടിലുള്ളതാണ്. വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത്. ഇതൊക്കെ തൂഫാണ് കേട്ടോ. കുഞ്ഞാമീൻ അറിയോ എനിക്കറിയില്ല. ഏതായാലും ഇത്തരം വിഷയങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പൊതുസമൂഹത്തോട് സംസാരിക്കരുത് എന്നാണ് പറഞ്ഞത്. അന്നം തിന്നുന്ന ആളുകൾക്കൊക്കെ ഇത് കേട്ടാൽ തിരിയും, ഇതിൽ നിന്ന് നല്ലൊരു ആശയം കിട്ടും. ഇപ്പം പറഞ്ഞ ഒരു ആശയം പൂർണ്ണമാകണില്ല. ഇങ്ങൾക്കൊക്കെ മറ്റേ നായനാർ സർക്കാരിന് സാക്ഷരതാ ക്ലാസ്സിൽ എന്തെങ്കിലും പങ്കെടുത്തൂടെ എന്നപ്പോൾ ചോദിക്കണേ. ഏതായാലും ആരാണിപ്പം സാക്ഷരതാ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കുക. ഏതായാലും അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏതായാലും അതൊന്ന് നോക്കാം. അല്ല എന്താ ഇപ്പോൾ ഇയാൾ വായിച്ചത്? നോക്കി വായിച്ചപ്പോൾ എന്തേ CMC പബ്ലിക്കേഷേഴ്സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? പബ്ലിക്കേഷൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കണേ. ഈ പബ്ലിക്കേഷേഴ്സ് നോക്കിയാണ്ടാണ് കേട്ടോ വായിച്ചണേ. ഇവർക്ക് പറഞ്ഞേക്കണ്ടിയാണ് മറ്റേ കുഞ്ഞാമ്പ് ഇയാളെ പറഞ്ഞേക്കണ്ടി കൊടുക്കാന്ന് പറഞ്ഞേ. അത് മുപ്പത് തന്നെ കുഞ്ഞാമ്പ തന്നെ ലാസ്റ്റ് പറഞ്ഞോളൂ. അടുത്ത കേട്ടോളി. നായനാര കാലത്തെ സാക്ഷരതാ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളാട്ടോ. ഡയറക്ടറോ എന്താ ഈ ഡയറക്ടർ പറഞ്ഞാൽ? ഡയറക്ടർ എന്നൊക്കെ നമ്മൾ കേട്ടണേ. ഈ ഡയറക്ടർ പറഞ്ഞ് എങ്ങനെ എന്താണ് സംഭവം? കുഞ്ഞാമ്മ എന്താ സംഭവം? ഇയാൾ എടുക്കാൻ വിടേണ്ടി നമ്മൾ ഞങ്ങളോട് പറയിപ്പിക്കണത്. ആ നായനാർ സർക്കാർ കാലത്ത് ആ സാക്ഷരതാ ക്ലാസ്സിലൊന്നും പോയിക്കുന്നില്ല. എനിക്ക് എന്താ പുതുക്കാതെ? ഇനി കുഞ്ഞാമീൻ്റെ വിവരത്തിലുണ്ടെന്നൊന്ന് കേട്ടോളൂ കേട്ടോ. മുമ്പ് വലിയ സംഭവമാണല്ലോ. എന്താ ഇപ്പോൾ കഥ എന്നൊക്കെ ചോദിച്ചാണ്ട് മുമ്പ് ആകെ ഭയങ്കര സ്ട്രോങ്ങിൽ അബുസഫിനോടാണ് ഇപ്പോൾ ചൂടാണ്. ഏതായാലും കുഞ്ഞാമീൻ്റെ വിവരം ഒന്ന് കേട്ടോളി. ഇന്ത്യ രാജ്യത്തിന്റെ ധീര ദേശാഭിമാനിയായ ചുണക്കുട്ടി മഹാനരായ വെളിയങ്കോട്ടുകാരനായ ഉമർ ഖാദി നടത്തിയ ധീരോദാത്തമായ പോരാട്ടം, മഹാത്മാഗാന്ധിജിയോട് ഒരുമിച്ച് നിന്ന് തലയിൽ തൊപ്പിവെച്ച് തലപ്പാവ് ധരിച്ച് കയ്യിൽ തസ്ബീഹുമാല പിടിച്ച് നെറ്റിയിൽ ആ സുന്ദരമായ നിസ്കാര തഴമ്പോടുകൂടെ ആ ഈമാനികമായ പ്രോജ്വലിക്കുന്ന മുഖവുമായി ആ സൂഫി വര്യനായ മഹാമനീഷിക്ക് ഈ ഭാരതത്തിന്റെ ഉന്നതമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അമുസ്ലിമായ ഗാന്ധിജിയോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. മഹാനരായ മന്ദിരം തന്നെ എടുക്കാത്തത് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കേട്ടോളിട്ടോ. കുഞ്ഞേമ്മ വലിയ ചരിത്രം പറയാണ്. വലിയ സംഭവമാണല്ലോ മൂപ്പര്. മൂപ്പര് വേറെ ആരെങ്കിലും എഴുതിയതൊക്കെ ഉണ്ടെങ്കിൽ അത് താമായിട്ടുണ്ടോ ഇല്ലേ, ആശയം പൂർത്തിയായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കലും, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയ തെറ്റുണ്ടോ, വായിച്ചോട്ട് തെറ്റുണ്ടോ, മലയാളം വായിച്ചോട്ട് തെറ്റുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോലെ നായനാർ കാലത്തെ സാക്ഷരതാ ക്ലാസ്സിൽ പങ്കെടുക്കണോ ഇല്ലേ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പണിയാണ് മൂപ്പർക്ക് കാര്യമായിട്ട്. ഏതായാലും മൂപ്പർ ഇപ്പോൾ പറഞ്ഞങ്ങളൊക്കെ കേട്ടോ. എന്താ പതി പറഞ്ഞേ? മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ല അവർ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധിയോട് ഒരുമിച്ച് നിന്ന് പോരാടി എന്നാണ് പറഞ്ഞത്. എങ്ങനെ ഇപ്പോൾ നടക്കാം? ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടില്ല. ഉമർ ഖാദി റഹിമഹുല്ല വഫാത്താകണത് 1887 മഹാത്മാഗാന്ധി ജനിക്കണതാണെങ്കിലോ 1869 എന്ന് പറഞ്ഞാൽ ഉമർ ഖാദി റഹിമഹുല്ല വഫാത്തായി 12 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മഹാത്മാഗാന്ധി ജനിക്കണത് തന്നെ. ആ മഹാത്മാഗാന്ധിൻ്റെ കൂടെ വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ല ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി, ഒരുമിച്ച് നിന്ന് പോരാടി എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇത് നമുക്ക് വിട്ടുകിട്ടില്ല കേട്ടോ. ആ മുമ്പ് വലിയ സംഭവമാണ്. ചരിത്രങ്ങളും മലയാളം മറ്റൊക്കെ അറിയണേ. അറബി എഴുതിയാലും അറിയില്ല, കിതാബ് എഴുതിയാലും വായിച്ചാലും പിടിച്ചാലും അറിയില്ല. എന്നാൽ ഇങ്ങനത്തെ വിഷയം എന്തെങ്കിലും സൂപ്പറാണോ? നമ്മൾ നോക്കിയത് കേട്ടോക്കി എത്താപ്പം മൂപ്പര് പറഞ്ഞ കഥ. ഒരു വസ്തു അറിയില്ലാന്ന്. എന്നിട്ട് മൂപ്പരാണിപ്പം നമ്മളെ നോട്ട് നിരൂപണം ചെയ്യാൻ വന്നത്. ഞങ്ങളോട് പറയിപ്പിക്കണത്. ആ നായനാർ സർക്കാർ കാലത്ത് ആ സാക്ഷരതാ ക്ലാസ്സിലൊന്നും പോയിക്കുന്നില്ല.